ഹായ് ഓൾ. ചാപ്റ്റർ നമ്പർ 12 പ്രിസംസിൻ്റെ പാർട്ട് 4 വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ 206-ലും 207-ലുമായിട്ട് കൊടുത്തിരിക്കുന്ന 4 ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സുമാണ്. അപ്പം ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പോവാം. സിലിണ്ടറിനെ പറ്റിയിട്ടാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത്. എന്താണ് സിലിണ്ടർ? നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രിസംസ്, അതിൻ്റെ വോളിയം കാണാനൊക്കെ പഠിച്ചു അല്ലേ. അപ്പം ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഒരു പ്രിസത്തിനെയാണ്, വേറൊരു ടൈപ്പ് ഓഫ് പ്രിസമാണ്. ഈ പ്രിസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസിൻ്റെ ഷേപ്പ് ഒരു സർക്കിളായിരിക്കും. അപ്പം ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫിഗർ വരച്ചിട്ടുണ്ട്. 2 ബേസ് ഉണ്ടായിരിക്കും, താഴെയും മേലെയുമായിട്ട് 2 ബേസ് ഉണ്ടായിരിക്കുമല്ലോ. എല്ലാ പ്രിസത്തിനും അതുപോലെ തന്നെയാണ്. ഈ ബേസിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ഒരു സർക്കിളായിരിക്കും, സർക്കുലാർ ഷേപ്പിലായിരിക്കും ബേസ് ഉണ്ടായിരിക്കുക. ഇനി ഈ സർക്കുലർ ഷേപ്പിലാണ് ബേസ് എങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച പ്രിസത്തിലൊക്കെ അതിൻ്റെ ലാറ്ററൽ ഫേസസ് ഓരോ റെക്റ്റാങ്കിൾസ് വെച്ചിട്ടായിരിക്കുമല്ലോ ഉണ്ടാവുക. പക്ഷേ ഇവിടെ എന്തുണ്ടാവില്ല, സർക്കുലർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ലാറ്ററൽ ഫേസസ് ഉണ്ടാവില്ല. റെക്റ്റാങ്കിൾസ് വെച്ചിട്ട് ഓരോരോ റെക്റ്റാങ്കിൾ സൈഡിലും വെച്ച് കണ്ട് എഡ്ജസിലും വെച്ച് കവർ ചെയ്യാൻ പറ്റില്ല. പകരം ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ടോട്ടലി ഒരു വളഞ്ഞു കിടക്കുന്ന കർവായിട്ടുള്ള ഒരു ഫേസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇതിനെ നമ്മൾക്ക് കർവ്ഡ് സർഫസ് എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? കർവ്ഡ് സർഫസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമുക്കിതിൽ ആദ്യമായിട്ട് കണ്ടുപിടിക്കാനുള്ളത് ഈ സിലിണ്ടറിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കും? വോളിയം ഓഫ് എ സിലിണ്ടർ. സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഒരു പ്രിസം തന്നെയാണ്. അതിൻ്റെ ബേസിൻ്റെ ഷേപ്പ് എന്തായിരുന്നുള്ളൂ? ഒരു സർക്കിൾ ആയിരുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ എങ്ങനെയാണോ പ്രിസത്തിൻ്റെ വോളിയം കണ്ടുപിടിച്ചത് അതുപോലെ തന്നെ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ഓഫ് പ്രിസം, അത് തന്നെയാണ് ഇതിൻ്റെയും എന്ത് ഫോർമുല. സിലിണ്ടറിൻ്റെയും വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല തന്നെയാണ്. ഇനി ബേസ് നോക്കിക്കേ, ഞാൻ പറഞ്ഞു ഇതെന്താണ്, സർക്കിളാണെന്ന് പറഞ്ഞു അല്ലേ. ഈ സർക്കിളിന് ഒരു റേഡിയസ് ഉണ്ടാകാം, എന്തായാലും ഒരു റേഡിയസ് ഉണ്ടാവുമല്ലോ. ആ റേഡിയസിന് തൽക്കാലം ഞാൻ എന്തെന്ന് വിളിച്ചു? R എന്ന് വിളിച്ചു. ഇനി അതുപോലെ ഈ പ്രിസത്തിന് ഒരു ഹൈറ്റും ഉണ്ടായിരിക്കുമല്ലോ. ആ ഹൈറ്റിനെ ഞാനിവിടെ എന്തെന്ന് വിളിക്കുകയാണ്? H എന്ന് വിളിക്കുകയാണ്. ഹൈറ്റിന് എന്തെന്ന് വിളിച്ചു? H. അങ്ങനെയാണെങ്കിൽ നോക്കിക്കൊള്ളണേ, ഈ റേഡിയസ് R ആയി കഴിഞ്ഞാൽ ആ ബേസിൻ്റെ അല്ലെങ്കിൽ താഴെ കാണുന്ന ആ ഭാഗത്തിൻ്റെ സർക്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? ഏരിയ കാണാം πr² എന്നാണ് ഏരിയ കണ്ടുപിടിക്കുക. ഇനി ഹൈറ്റ് H ആണെങ്കിൽ ഇൻറ്റു എന്തെന്ന് കൊടുക്കാം? H എന്നും കൊടുക്കാം. അപ്പം വോളിയത്തിന് നമുക്ക് ഡയറക്റ്റ്ലി എങ്ങനെ എഴുതാം? വോളിയം ഓഫ് സിലിണ്ടർ ഇസ് ഈക്വൽ ടു πr² H എന്നുള്ള ഒരൊറ്റ ഫോർമുലയിൽ നമുക്കതിനെ മാറ്റി എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി എന്താ വോളിയത്തിൻ്റെ യൂണിറ്റ്? അത് നമ്മൾ ആദ്യം പഠിച്ച അതേ യൂണിറ്റ് തന്നെയാണ്. യൂണിറ്റ് ഒന്നും മാറില്ല. മീറ്റർ ക്യൂബ് എന്നാണ്, അല്ലെങ്കിൽ ക്യൂബിക് മീറ്റർ എന്ന് പറയും. ഇനി സെൻറ്റിമീറ്ററിലാണ് തരുന്നതെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ്, ക്യൂബിക് സെൻറ്റിമീറ്റർ. ചിലപ്പം ലിറ്ററിലൊക്കെ നമുക്ക് തരും. അപ്പം ലിറ്റർ എന്നുള്ളത് എന്ത് തന്നെയാണ്? വോളിയത്തിൻ്റെ യൂണിറ്റാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെച്ചാൽ ഈ പേജിൽ 2 പേജുകളായിട്ട് തന്നിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പം നേരെ ഇനി എന്തിലേക്ക്? ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ദ ബേസ് ഡയമീറ്റർ ഓഫ് എ സിലിണ്ടറിക്കൽ ടാങ്ക് ഈസ് 1 meter ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 2 meters. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് കണ്ടെയ്ൻ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഒരു സിലിണ്ടറാണ്. ആ സിലിണ്ടറിക്കൽ ടാങ്ക് എന്ന് പറയുന്നത് തന്നെയാണ് സിലിണ്ടർ തന്നെ. അതിൻ്റെ ബേസ് ഡയാമീറ്റർ ശ്രദ്ധിക്കണം, റേഡിയസ് അല്ല, ഡയാമീറ്റർ ആണ് തന്നത് 1 meter. പിന്നെ തന്നിരിക്കുന്നത് അതിൻ്റെ ഹൈറ്റ് ആണ് 2 meters എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് കണ്ടെയ്ൻ എന്ന് വെച്ചാൽ അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? കണ്ടുപിടിക്കേണ്ടത് വോളിയമാണ്. എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ വോളിയമാണ് കണ്ടുപിടിക്കാം. ചെയ്ത് നോക്കാം. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഫിഗർ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ ശരിക്കും ഫിഗറിൻ്റെ ആവശ്യമില്ല, മനസ്സിലാവാൻ വേണ്ടി വരച്ചതാണ്. നോക്കാം, ഈ സിലിണ്ടറിൻ്റെ ബേസിൻ്റെ ഡയാമീറ്ററാണ് നമുക്ക് തന്നത്. ഡയാമീറ്റർ എത്രയാണ്? 1 meter ആണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം തന്നു ഡയാമീറ്റർ. പിന്നെ തന്നിരിക്കുന്നത് ഈ സിലിണ്ടറിൻ്റെ ടോട്ടൽ ഹൈറ്റും തന്നിട്ടുണ്ട്. ആ ഹൈറ്റ് എത്രയാണ് തന്നത്? 2 meter ആണ് തന്നത്. 2 meter ആണ്. കണ്ടുപിടിക്കേണ്ടത് എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്നതാണ്. ശ്രദ്ധിക്കുക, വോളിയം കണ്ടുപിടിക്കണം. അത് ഏത് അളവിലായിരിക്കണം? ലിറ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന യൂണിറ്റിലായിരിക്കണം. അപ്പം നേരിട്ട് തന്ന കാര്യം ഞാൻ ഇവിടെ നിന്ന് എഴുതി വെക്കാം. ഡയാമീറ്റർ, ബേസ് ഡയാമീറ്റർ ആണ് കേട്ടോ. ബേസിൻ്റെ ഡയാമീറ്റർ ആണ്. അതെത്രയാണ്? 1 meter ആണ്. നമുക്ക്
ബേസ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഫോർമുല പൈ ആർ സ്ക്വയർ എന്നല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണം? റേഡിയസ് എന്ന് പറയുന്ന ആളെ വേണം അല്ലേ. അപ്പോൾ ഡയമീറ്റർ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, റേഡിയസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ബേസ് റേഡിയസ് എങ്ങനെയാണ് ഡയാമീറ്റർ എന്ന് റേഡിയസ് കണ്ടുപിടിക്കുക? ഡയാമീറ്ററിൻ്റെ നേരെ പകുതി ആയിരിക്കും എന്ത്? റേഡിയസ്. അപ്പം 1 ആണെങ്കിൽ 1/2 മീറ്റർ ആയിരിക്കും. 1 ആണെങ്കിൽ 1ൻ്റെ പകുതി ഹാഫ് മീറ്റർ, 1/2 മീറ്റർ ആയിരിക്കും. ഇനി അടുത്ത തന്ന കാര്യം എന്താ? ഹൈറ്റ് തന്നിട്ടുണ്ട്. പ്രിസത്തിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ്? 2 മീറ്ററാണ് ഹൈറ്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളെന്താ? വോളിയം ഓഫ് സിലിണ്ടറാണ്. വോളിയം ഓഫ് സിലിണ്ടർ. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നാണ് നമ്മുടെ ഫോർമുല. ആ ബേസ് ഏരിയ പൈ ആർ സ്ക്വയർ ആണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് അങ്ങനെ എഴുതി വെച്ചു. ഹൈറ്റ് എച്ച് ആണെന്ന് അറിയാവുന്നതുകൊണ്ട് എച്ച് എന്ന് എഴുതി വെച്ചു. ഇനി ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പൈയിൻ്റെ വാല്യൂ നിങ്ങൾക്ക് എത്രയാണെന്ന് അറിയാം. 3.14 ആണ് പൈയിൻ്റെ വാല്യൂ. ആർ സ്ക്വയർ നോക്കിക്കേ, ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു ആർ, റേഡിയസ് ഇൻറ്റു റേഡിയസ് ആണ്. അപ്പോൾ ഇവിടുത്തെ റേഡിയസ് 1/2 ആയതുകൊണ്ട് 1/2 ഇൻറ്റു 1/2 അല്ലെങ്കിൽ 1/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഞാൻ ഇവിടെ തൽക്കാലം 1/2 ഇൻറ്റു 1/2 എന്ന് എഴുതി. ഇനി ഇൻറ്റു എച്ച് എന്നുണ്ട്. എച്ച് എന്നാണ് അടുത്ത ടേം. എച്ച് എത്രയാണ്? 2 മീറ്റർ ആണ്. അപ്പോൾ ഇൻറ്റു 2 എന്നും വന്നു. ഇനി ഇത് വർക്കിംഗ് കോളത്തിൽ കൊണ്ടുപോയിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ 2ഉം ഈ മേലത്തെ 2 എന്തായി പോവും? ക്യാൻസലായി പോവും, ഡിവൈഡ് ആയിട്ട് പോവും. പിന്നെ ബാക്കി ഉണ്ടാവുക 3.14 ഇൻറ്റു 1/2. 3.14 ഇൻറ്റു 1/2 അതൊന്ന് വർക്കിംഗ് കോളത്തിൽ ചെയ്ത് നോക്കിയാലോ. 3.14 ഇൻറ്റു 1/2. 3.14 ഇൻറ്റു 1 എത്ര കിട്ടുക? 3.14 തന്നെയാണ് കിട്ടുക. ഡിവൈഡഡ് ബൈ 2 എന്നാണ് വരിക. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുക? ശ്രദ്ധിക്കുക. 3.14ന് പകരം തൽക്കാലം 340 എന്ന് എടുത്തു. 314 ഹരിക്കണം 2 ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് 2 സ്ഥാനം കഴിഞ്ഞിട്ട് എന്തിടുക? ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ആ പോയിൻ്റ് ഇവിടെ ഇട്ട് കൊടുക്കുക, ആൻസറിൽ ഇട്ട് കൊടുക്കുക. 3ൽ 2 എത്ര വട്ടം പോവും? ഒരു വട്ടേ പോവുള്ളൂ, 2 വരെ പോവുള്ളൂ. ബാക്കി 2 ഉണ്ട്. ആ 2 ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. 2ഉം 1ഉം കൂടി ചേർന്ന് 21 ആയി. ആ 21ൽ 2 എത്ര വട്ടം പോവും? സോറി, 21 ബാക്കി റിമൈൻഡർ എത്രയുള്ള? 1 ആണല്ലോ ഉള്ളത്. 1ഉം 1ഉം കൂടി ചേർന്ന് 11 ആയി. 11ൽ 2 എത്ര പ്രാവശ്യം പോവും? 5 വട്ടം പോവും. വീണ്ടും 11 വരെ പോവില്ല, 10 വരെ പോവുള്ളൂ. ബാക്കി റിമൈൻഡർ 1 ഉണ്ട്. 1ഉം 4ഉം കൂടി ചേർന്ന് 14 ആവും. 14ൽ 2 എത്ര ടൈംസ് പോവും? 7 ടൈംസ് പോവും. അപ്പോൾ 314/2 അല്ലെങ്കിൽ 314ൻ്റെ പകുതി 157 ആണല്ലേ. ഇനി നമുക്ക് 2 സ്ഥാനം കഴിഞ്ഞിട്ട് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കാണ്ടായിരുന്നു, ഇട്ട് കൊടുത്തു. അപ്പം 1.57 എന്നാണ് ആൻസർ. നോക്കുക, നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 1.57 മീറ്റർ ക്യൂബ്. തന്നിരിക്കുന്ന അളവുകളൊക്കെ മീറ്ററിലാണ്, അതുകൊണ്ട് എന്തെന്ന് കിട്ടി? മീറ്റർ ക്യൂബ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് മീറ്റർ ക്യൂബിലല്ല ആൻസർ വേണ്ടത്, ലിറ്ററിലാണ്. ഒരു മീറ്റർ ക്യൂബ് എന്ന് പറയുന്ന ആളെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? ഇൻറ്റു 1000 ചെയ്താൽ മതി അല്ലേ. ഒരു മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 ലിറ്ററാണ്. അപ്പം ഒരു മീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതേപോലെ ഇവിടെ 1.57 എന്ന് പറയുന്ന ആൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എത്ര ആൻസർ കിട്ടും? ഈ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റ് എത്ര 0 ഉണ്ടോ അത്രയും പ്ലേസ് മാറും. 1, 2 അടുത്ത പ്ലേസ് ഇല്ല, അപ്പോൾ ഒരു 0യും കൂടെ നമ്മൾ എന്ത് ചെയ്ത് തരും? ഇട്ട് കൊടുക്കും. അപ്പം 1570 ലിറ്റേഴ്സ് എന്നാണ് നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടുക. 1570 ലിറ്റർ എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചതും അതാണ്, എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്നാണ് ചോദിച്ചത്. 1570 ലിറ്റർ. ഇനി നേരെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. രണ്ടാമത്തെ ചോദ്യം. ദ ബേസ് റേഡിയസ് ഓഫ് എൻ അയൺ സിലിണ്ടർ ഈസ് 15 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 32 സെൻറ്റിമീറ്റേഴ്സ്. ഒരു അയൺ, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ സിലിണ്ടറിൻ്റെ ബേസ് റേഡിയസ് പറഞ്ഞിട്ടുണ്ട് 15 ആണ്, ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട് 32 ആണ്. ഇറ്റ് ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റഡ് ഇൻ ടു എ സിലിണ്ടർ ഓഫ് ബേസ് 20 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദിസ് സിലിണ്ടർ? ഈ കാണുന്ന സിലിണ്ടറിനെ മെൽറ്റ് ചെയ്തു എന്ന് വെച്ചാൽ ഉരുക്കി, എന്നിട്ട് റീകാസ്റ്റ് ചെയ്തിട്ട് പുതിയൊരു സിലിണ്ടർ ഉണ്ടാക്കി. അതിൻ്റെ ബേസിൻ്റെ റേഡിയസ് 20 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് തന്നിട്ടില്ല, ഹൈറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളൊരു മെറ്റാലിക് ഒബ്ജക്റ്റ്, എന്തെങ്കിലും ഒരു മെറ്റൽ കൊണ്ടുള്ള സാധനം ഉരുക്കിങ്ങാണ്ട് മറ്റെന്തെങ്കിലും രൂപമാക്കി മാറ്റി എന്ന് വിചാരിക്കാം. അവിടെ മാറാതിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്താണ്? വോളിയമാണ്. അപ്പോൾ ഇവിടെ 2 സിലിണ്ടർ ഉണ്ട്. ആദ്യത്തെ സിലിണ്ടർ ഉരുക്കിയിട്ടാണ് രണ്ടാമത്തെ സിലിണ്ടർ ഉണ്ടാക്കിയത്.
ഈ രണ്ട് സിലിണ്ടറിൻ്റെയും ഏത് പ്രോപ്പർട്ടി മാറില്ല? വോളിയം എന്ന് പറയുന്ന ആൾ സെയിം ആയിരിക്കും, മാറില്ല. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ പോയിൻറ്റും. ഇതേപോലത്തെ ഒരു ചോദ്യം നമ്മൾ പ്രിസം പഠിച്ചപ്പം അവിടെയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അതേപോലത്തെ ഒരു പരിപാടി തന്നെയാണ് ഇവിടെയും. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആ പ്രോപ്പർട്ടി ഞാനിവിടെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വെൻ എ സിലിണ്ടർ ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇറ്റ്സ് വോളിയം റിമൈൻസ് സെയിം. ഒരു സിലിണ്ടർ മെൽറ്റ് ചെയ്തിട്ട് പുതിയ സിലിണ്ടർ ഉണ്ടാക്കിയാൽ അതിൻ്റെ വോളിയം എന്താണ്? സെയിം ആണ്. ഇനി തന്ന കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് എഴുതി നോക്കാം. ഇവിടെ രണ്ട് സിലിണ്ടർ ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? സിലിണ്ടർ ടോട്ടൽ രണ്ടെണ്ണാണുള്ളത്. അപ്പോൾ ഞാനിവിടെ എഴുതി സിലിണ്ടർ 1 ആൻഡ് സിലിണ്ടർ 2. അങ്ങനെ രണ്ട് സിലിണ്ടറുകൾ ഇവിടെ ഉണ്ട്. ഓരോന്നിൻ്റെയും തന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് എഴുതാൻ പോവുകയാണ്. ആദ്യത്തെ സിലിണ്ടറിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് ഞാൻ തൽക്കാലം അതിനെ R1 എന്ന് വിളിക്കുകയാണ്. ആ R1 എന്താ? റേഡിയസിന് R എന്നാണ് നമ്മൾ വിളിക്കാറ്. ഒന്നാമത്തെ സിലിണ്ടർ ആയതുകൊണ്ട് R1. അത് 15 സെൻറ്റിമീറ്റേഴ്സ് ആണ്, 15 സെൻറ്റിമീറ്റർ ആണ്. രണ്ടാമത്തെ സിലിണ്ടറിൻ്റെയും റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് R2 എന്നാണ് ഞാൻ തൽക്കാലം അതിനെ വിളിക്കുന്നത്. എന്താ കിട്ടുക? 20 സെൻറ്റിമീറ്റർ ആണെന്നാണ് പറഞ്ഞത്. ഓക്കെ. ഇനി അടുത്തത് തന്നത് ഒന്നാമത്തെ സിലിണ്ടറിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ആ ഹൈറ്റിന് തൽക്കാലം H1 എന്ന് വിളിച്ചു. ആ H1 എത്രയാണ്? ഹൈറ്റ് ഓഫ് ഫസ്റ്റ് സിലിണ്ടർ 32 സെൻറ്റിമീറ്റേഴ്സ് ആണ്. രണ്ടാമത്തെ സിലിണ്ടറിൻ്റെ ഹൈറ്റ് തൽക്കാലം H2 എന്ന് ഞാൻ വിളിച്ചു. ഓക്കെ ആണല്ലോ? H2നെ നമുക്ക് തന്നിട്ടുണ്ടോ? തന്നില്ല. ഈ രണ്ടാമത്തെ സിലിണ്ടറിൻ്റെ ഹൈറ്റാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാനത് അറിയാത്തതുകൊണ്ട് തൽക്കാലം അതിനെ H എന്ന് വിളിക്കുകയാണ്. ലെറ്റ് ഇറ്റ് ബി H. H എന്നാണ് ഞാൻ വെറുതെ അസ്യൂം ചെയ്തു. വെറുതെ ഒരു പേര് കൊടുത്തു. നമ്മൾ X എന്നൊക്കെ കൊടുക്കുന്ന പോലെ H എന്നുള്ളൊരു പേര് കൊടുത്തു. ഓക്കെ. ഈ രണ്ടാളെയും വോളിയം ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞത്? അപ്പം ഞാൻ ആദ്യത്തെ ആൾ വോളിയം ഒന്ന് എഴുതി നോക്കാൻ പോവുകയാണ്. ആദ്യത്തെ ആൾ വോളിയം ഈ സിലിണ്ടറിൻ്റെ വോളിയം കാണാൻ πr² H എന്നാണ് ഫോർമുല അല്ലേ? അപ്പോൾ ആദ്യത്തെ ആളെ വോളിയം കാണാൻ പൈ ഇൻറ്റു R1², R1 എന്നല്ലേ നമ്മൾ റേഡിയസിനെ വിളിച്ചത്, ഇൻറ്റു H1 എന്ന് വിളിക്കാം. അത് രണ്ടാമത്തെ ആളെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. പൈ ഇൻറ്റു R2² ഇൻറ്റു H2. ഇനി ഓരോരുത്തർക്കും നമ്മൾ വാല്യൂ കൊടുക്കാൻ പോവുകയാണ്. പൈ അതുപോലെ തന്നെ നിന്നോട്ടെ, ഇൻറ്റു R1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ആണ് മേലെ കിട്ടിയത് അല്ലേ? അപ്പം R1² എന്ന് പറഞ്ഞാൽ 15² ആണ് ഉണ്ടാവുക. അതിന് ഞാൻ തൽക്കാലം സ്പ്ലിറ്റ് എഴുതിയിട്ട് 15 ഇൻറ്റു 15 എഴുതുന്നുണ്ട്. നമ്മൾ സ്ക്വയറിനെ 15 ഇൻറ്റു 15 എന്നാക്കിയിട്ട് എഴുതിയെന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം 15 ഇൻറ്റു 15 ഇൻറ്റു H1 ആദ്യത്തെ ആളുടെ ഹൈറ്റ് എത്രയാണടാ? 32 ആണ്. അപ്പോൾ ഇൻറ്റു 32 എന്നവിടെ എഴുതി. സീക്കൽ ടു അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ പൈ ഇൻറ്റു R2 തന്നിരിക്കുന്നത് 20 ആണ്. അപ്പം 20 ഇൻറ്റു 20 ഇൻറ്റു H2നെ നമുക്കറിയില്ല. H2നെ നമ്മൾ എന്തെന്നാണ് വിളിച്ചത്? H എന്നാണ് വിളിച്ചത്. ഇവിടെ മേലെ എഴുതി വെച്ചിട്ടുണ്ട് H2 സീക്കൽ ടു എന്താണ്? H ആണ്. അപ്പോൾ തൽക്കാലം അതിന് H എന്നും കൊടുത്തു. ഇനി ഇതൊരു ഇക്വേഷനാണ്. ഇവിടെ നമുക്കൊരു ഈക്വാലിറ്റി ഉണ്ട്, ഈക്വൽ സൈൻ ഉണ്ടല്ലേ? ഈക്വൽ സൈനിൻ്റെ രണ്ട് സൈഡിലും ആരൊക്കെയോ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലും ഒരുപോലെ വരുന്ന ആളുകൾ എന്തായി പോവും? കട്ട് ചെയ്ത് പോവും. അപ്പോൾ അങ്ങനത്തെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഇവിടെ ഒരു പൈ ഉണ്ട്, ഇവിടെ എന്തുണ്ട്? പൈ ഉണ്ട്. അപ്പോൾ പയ്യും കട്ട് ചെയ്ത് പോയി. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റാണ്, H ആണ്. ആ H ഈ റൈറ്റ് സൈഡിലുണ്ട്, അവനെ മാത്രം ഞാൻ അവിടെ നിർത്തി. ലെഫ്റ്റ് സൈഡിലുള്ള ആളുകൾ അതുപോലെ എഴുതി. ഒന്ന് നോക്കിക്കുക, ലെഫ്റ്റ് സൈഡിൽ ആരൊക്കെയുള്ളത്? 15 ഇൻറ്റു 15 ഇൻറ്റു 32 എന്നാണുള്ളത്. ഇനി ഈ റൈറ്റ് സൈഡിൽ കാണുന്ന 20 ഇൻറ്റു 20 ആ സൈഡിൽ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പം ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ അതിനെ കൊണ്ടുവരികയാണ്. എന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന ആളെ ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്തായിട്ട് മാറും? ഡിവൈഡഡ് ആയിട്ട് മാറും. അപ്പോൾ ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 20 ആയിട്ട് മാറും. ഇനി അതൊന്ന് വർക്കിംഗ് കോളത്ത് ചെയ്ത് നോക്കിക്കേ. 15 ഇൻറ്റു 15 ഇൻറ്റു 32 ഹരിക്കണം 20 ഇൻറ്റു 20. നമുക്ക് 5 കൊണ്ട് വെട്ടാം. 15നെയും 20നെയും 5 കൊണ്ട് വെട്ടിയാൽ 15ൽ 3 വട്ടവും 20ൽ 4 വട്ടവും. വീണ്ടും ഒരു 15 20 ഉണ്ട്, അതിനെയും 5 കൊണ്ട് വെട്ടാം. 15നെയും 20നെയും 5 കൊണ്ട് വെട്ടിയാൽ മേലെ 3 വട്ടവും താഴെ എത്ര വട്ടം? 4 വട്ടം. ഇനി 32നെ ഞാൻ 4 കൊണ്ട് ഹരിച്ചു. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 8 കിട്ടും. വീണ്ടും ഈ കാണുന്ന 8നെ എനിക്ക് 4 കൊണ്ട് ഹരിക്കാം. എത്ര കിട്ടും? 2 കിട്ടും. ഇപ്പം ഇനി താഴെ ആരെങ്കിലും ഉണ്ടോ?
ആരുമില്ല. മേലെ 3 × 3 × 2 ചെയ്യണം. 3 × 3 × 2 എത്രയാണ്? 3 × 3 9ഉം 9 × 2 18ഉമാണ്. അപ്പോൾ 18 എന്നാണ് ഈ സൈഡിൽ കിട്ടുക. അപ്പുറത്ത് ആരാ ഉള്ളത്? എച്ച്. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എച്ച് സീക്വൽ ടു 18. ആരായിരുന്നു എച്ച്? ഹൈറ്റ് ഓഫ് സെക്കൻഡ് സിലിണ്ടർ. ഹൈറ്റ് ഓഫ് സെക്കൻഡ് സിലിണ്ടറാണ് എച്ച്. ആ എച്ചിൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 18 കിട്ടി. എല്ലാ അളവും സെൻറ്റിമീറ്ററിലായതുകൊണ്ട് ഈ അളവും എന്തായിരിക്കും? സെൻറ്റിമീറ്ററിലായിരിക്കും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോയിൻ്റ് ഒറ്റൊന്നേ ഉള്ളൂ. 2 സിലിണ്ടറിൻ്റെയും വോളിയം സെയിം ആയിരിക്കും. 2 ആളുകളെയും വോളിയത്തിന് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. പയ്യനെ വെട്ടിപ്പോയി. പിന്നെ ബാക്കിയുള്ള ആളുകളെ നമ്മൾ ഹരിച്ചുകാണ്ട് എച്ച് എന്നുള്ള വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നേരെ തൊട്ടടുത്ത ചോദ്യത്തിൻ്റെ ആൻസറിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 3 പറയുന്നത് ഇങ്ങനെയാണ്. ദ ബേസ് റേഡിയ ഓഫ് 2 സിലിണ്ടേഴ്സ് ഓഫ് സെയിം ഹൈറ്റ് ആർ ഇൻ ദ റേഷ്യോ 3:4. ശ്രദ്ധിക്കുക, 2 സിലിണ്ടേഴ്സ് ഉണ്ട്. അതിന് രണ്ടിനും സെയിം ഹൈറ്റ് ആണ്. രണ്ടാളെയും ഹൈറ്റ് സെയിം ആണ്. അവരുടെ ബേസ് റേഡിയസ് ഡിഫറൻ്റ് ആണ്. അത് തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട് 3:4 ആണ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ വോളിയംസ്? വോളിയംസ് തമ്മിലുള്ള റേഷ്യോ എന്താണെന്നാണ് ചോദിച്ചത്. നമുക്കും ചെയ്ത് നോക്കാം. നോക്കിക്കേ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പറഞ്ഞത് റേഷ്യോ ഓഫ് റേഡിയൈ ആണ്. റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ 3:4. അതവിടെ പറഞ്ഞിട്ടുണ്ട്, അവിടെ എഴുതി വെച്ചു. 2 സിലിണ്ടറിനും സെയിം ഹൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതും ഞാൻ അവിടെ എഴുതി വെച്ചു. ഇനി 2 സിലിണ്ടർ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പാണല്ലോ. സിലിണ്ടർ 1ഉം സിലിണ്ടർ 2ഉം നമ്മൾ തൊട്ടുമ്പത്തെ ക്വസ്റ്റ്യനിൽ എഴുതിയ പോലെ ആ കാര്യം എഴുതി. ഒന്നാമത്തെ സിലിണ്ടറിൻ്റെ റേഡിയസിനെ ഞാൻ തൽക്കാലം R1 എന്ന് വിളിക്കുന്നുണ്ട്. റേഡിയസ് R1. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആ റേഡിയസ് നമ്മൾ എന്താ ഇനി വിളിക്കുക? നോക്കുക, റേഡിയൈൻ്റെ റേഷ്യോ 3:4 ആണ്. അപ്പം ആദ്യത്തെ ആൾ 3 ആണെങ്കിൽ രണ്ടാമത്തെ ആൾ എന്താണ്? 4 ആയിരിക്കണം. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ച പോലെ ഇതിന് 3x എന്നും 4x എന്നൊക്കെയാണ് വിളിച്ചത്. അപ്പോൾ അതേപോലെ ഞാനിവിടെ 3R എന്ന് വിളിച്ചു ആദ്യത്തെ റേഡിയസിനെ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സിലിണ്ടറിൻ്റെ റേഡിയസ് എന്താ വരിക? R2. 4R എന്നാണ് വരിക. ഓക്കെ അല്ലേ? ഇനി ഹൈറ്റ്, ആദ്യത്തെ ആളെ ഹൈറ്റിനെ ഞാൻ H1 എന്ന് വിളിച്ചു. ആ ഹൈറ്റ് എത്രയാണെന്നൊന്നും നമ്മളോട് പറയില്ല. രണ്ടിനും ഒരേ ഹൈറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം H1നെ H എന്ന് വിളിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ആളെ ഹൈറ്റും എന്തായിരിക്കും? H2 എന്ന് പറയുന്ന ആളും എന്തായിരിക്കും? H തന്നെയായിരിക്കും. കാരണം 2 ഹൈറ്റും എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്? ഈക്വലാണ്, സെയിം ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാളും ഞാൻ എന്തെന്ന് വിളിച്ചു? H എന്ന് വിളിച്ചു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോളിയംസ് തമ്മിലുള്ള റേഷ്യോ ആണ്. രണ്ടാളെ വോളിയം, ഇവിടുത്തെ വോളിയം 1, വോളിയം ഓഫ് സിലിണ്ടർ 1, ഞാൻ തൽക്കാലം വോളിയം 1 എഴുതുന്നുണ്ട്. അതേപോലെ വോളിയം ഓഫ് സിലിണ്ടർ 2, വോളിയം 2 എന്നും എഴുതുന്നുണ്ട്. ഈ രണ്ടാളുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ റേഷ്യോൻ്റെ ചിഹ്നം ഞാനിവിടെ ഇടയിൽ ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ ആൾ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? പൈ ഇൻറ്റു R1² H1. രണ്ടാമത്തെ ആളതോ പൈ ഇൻറ്റു R2² H2. ഇനി ജസ്റ്റ് ഇവരുടെയൊക്കെ വാല്യൂസ് ജസ്റ്റ് കൊടുക്കാം. പൈൻ്റെ വാല്യൂ പൈ തന്നെ, പൈ എന്ന് കൊടുത്തു. R1² എന്നുള്ളിടത്ത് എന്ത് കൊടുക്കണം? R1ൻ്റെ വാല്യൂ ആയ 3R, അതിൻ്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ 3Rൻ്റെ സ്ക്വയറിന് തൽക്കാലം എങ്ങനെ എഴുതാം? 3R ഇൻറ്റു 3R എന്ന് എഴുതാം. ഇൻറ്റു H1 എന്ന് പറഞ്ഞാൽ H തന്നെയാണ്. H എന്നാണ് അതിൻ്റെ വാല്യൂ നമ്മളിവിടെ മേലെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എന്തെന്ന് കൊടുത്തു? H എന്ന് കൊടുത്തു. ഇൻറ്റു H എന്ന് വരും. ഓക്കെ ആണല്ലോ? ഈസ് 2. അടുത്ത ആളെ പൈ ഇൻറ്റു അവിടുത്തെ റേഡിയസ് എത്രയാണെന്ന് നോക്കി. റേഡിയസ് എത്രയാണ്? 4R ആണ് റേഡിയസ്. ശ്രദ്ധിക്കുക, 4R ആണെന്ത്? റേഡിയസ്. അപ്പോൾ നമ്മളവിടെ 4R എന്ന് കൊടുത്തു. 4R ഇൻറ്റു 4R ഇൻറ്റു അവിടുത്തെ ഹൈറ്റ് H ആണ്, H എന്ന് കൊടുത്തു. ഇൻറ്റു H. ഇനി വോളിയത്തിൻ്റെ പ്രത്യേകത, റേഷ്യോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു റേഷ്യോ എന്നുള്ള ചിഹ്നം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ 2 സൈഡിലുമുള്ള കോമൺ ഫാക്ടേഴ്സ് ഒക്കെ കട്ട് ചെയ്ത് പോയി ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോമിലാണ് നമ്മൾ റേഷ്യോ എഴുതുക. അപ്പോൾ ഇവിടുത്തെ കോമൺ ഫാക്ടേഴ്സ് ഞാൻ കട്ട് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, വർക്കിംഗ് കോളത്ത് കൊണ്ടുപോയി കട്ട് ചെയ്താലും മതി. കാരണം നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെ പാടെ വൃത്തികേടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാനിവിടെ നേരിട്ട് തന്നെ കട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ പൈ ഉണ്ട്, ഇവിടെ ഒന്നുണ്ട്
പൈ ഉണ്ട്, 2 പൈയും കട്ടായിപ്പോയി. എച്ച് ഉണ്ട്, ഇവിടെ എച്ച് ഉണ്ട്, 2 എച്ചും എന്തായിപ്പോയി, കട്ടായിപ്പോയി. ഇനി ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെയും 6 ഉണ്ട്, 6കളും കട്ടായി. അടുത്ത 6കളും 2 എന്തായി, ഒരേ ആളുകളാണ്, റേഷ്യോൻ്റെ 2 സൈഡിൽ വന്നുകൊണ്ട് കട്ടായിപ്പോയി. ഇനി ബാക്കി ഇവിടെ 3 × 3, 3 × 3 എത്രയാണ്, 9 ആണുള്ളത്. ഇനി അപ്പുറത്ത് എന്താ ഉള്ളത്, 4 × 4, 4 × 4 എത്രയാണ്, 16 ആണ്. 4 × 4 16 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ നമ്മുടെ റേഷ്യോൻ്റെ വോളിയത്തിൻ്റെ റേഷ്യോ കിട്ടിയത് 9:16 ആണ്. ഇതിനെ ഇനി ചെറുതാക്കാൻ കഴിയില്ല, അതുകൊണ്ട് 9:16 തന്നെ അവിടെ എഴുതി വെച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്ത പരിപാടി റേഡിയസിനെ 3r എന്നും 4r എന്നും വിളിച്ചു, ഹൈറ്റിനെ h എന്ന് വിളിച്ചു, വോളിയത്തിൻ്റെ ഫോർമുല കൊടുത്തു, കോമൺ ആയിട്ട് വരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്തു, കട്ട് ചെയ്ത് ഒഴിവാക്കി. ഇനി നേരെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആ പേജുകളിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. 4ാമത്തെ ചോദ്യം. The base radii of 2 cylinders are in the ratio 2:3 and their height are in the ratio 5:4. What is the ratio of their volume എന്നാണ് ചോദിച്ചത്. 2ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് the volume of smaller cylinder is 720 cubic centimeter, then what is the volume of larger one? 2ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യത്തെ ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത, നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് റേഷ്യോ ഓഫ് റേഡിയസ് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇവിടെ റേഷ്യോ ഓഫ് റേഡിയസ് 2:3 എന്നും പറയുന്നുണ്ട്, ഹൈറ്റിൻ്റെയും റേഷ്യോ 5:4 എന്ന് പറയുന്നുണ്ട്. കണ്ടുപിടിക്കേണ്ടത് വോളിയത്തിൻ്റെ റേഷ്യോ തന്നെയാണ്. എങ്ങനെയാണെന്നുള്ളതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത അതേപോലത്തെ ഡീറ്റെയിൽസൊക്കെ ഞാനിവിടെ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. നോക്കാം, റേഷ്യോ ഓഫ് റേഡിയസ് ആണ് ആദ്യം തന്നത് 2:3, പിന്നെ റേഷ്യോ ഓഫ് ഹൈറ്റ് ആണ് തന്നത് 5:4. 2 സിലിണ്ടർ ഉണ്ടെന്ന് നമുക്കറിയാം. ആദ്യത്തെ സിലിണ്ടറിൻ്റെ റേഡിയസിനെ R1 എന്ന് വിളിച്ചു. ആ R1 എത്രയാണ് നമുക്ക് എഴുതാൻ പറ്റുക, ശ്രദ്ധിച്ചേ, ഇവിടെ റേഡിയൻ്റെ റേഷ്യോയിലുള്ള ആദ്യത്തെ നമ്പർ നോക്കുക 2 ആണ്. അപ്പോൾ 2 ആണെങ്കിൽ നമ്മൾ 2 × R എന്ന് കൊടുക്കും, 2R. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആളുടെ റേഡിയസ് എന്തായിരിക്കും, R2. നമ്പർ നോക്കുക, ഇവിടെ കറസ്പോണ്ടിങ് നമ്പർ 3 ആണ്, അപ്പോൾ 3 × R എന്ന് കൊടുക്കാം, 3R. ഇനി റേഷ്യോ ഓഫ് ഹൈറ്റ് തന്നിട്ടുണ്ട് 5:4 ആണല്ലേ. അപ്പം ആദ്യത്തെ ആളെ H1 എന്താ കൊടുക്കുക, ആദ്യത്തെ സിലിണ്ടറിൻ്റെ ഹൈറ്റിനെ, ഇവിടുത്തെ കറസ്പോണ്ടിങ് നമ്പർ 5 ആണ്. അപ്പോൾ 5R എന്ന് കൊടുക്കരുത്, നമ്മളൊരു ലെറ്റർ മാറ്റി കൊടുക്കണം. തൽക്കാലം ഇവിടെ എന്തെന്ന് കൊടുക്കാം, ഹൈറ്റ് ആയതുകൊണ്ട് H എന്ന് കൊടുക്കാം. അപ്പോൾ 5 എന്ന് എഴുതി 5H. ഇനി രണ്ടാമത്തെ ഹൈറ്റ് 4 ആണ് കറസ്പോണ്ടിങ് നമ്പർ, അപ്പോൾ 4 × H 4H എന്ന് കൊടുത്തു. ഇനി വോളിയത്തിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം ഓഫ് സിലിണ്ടർ 1 ഈസ് വോളിയം ഓഫ് സിലിണ്ടർ 2. ഞാൻ തൽക്കാലം വോളിയം 1 വോളിയം 2 എന്ന് എഴുതുന്നുണ്ട്. നേരത്തെ പോലെ ഫോർമുല കൊടുത്തു, πr1² H1 ഈസ് πr2² H2 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി പൈൻ്റെ വാല്യൂ നമുക്കറിയാം, പൈ തന്നെ കൊടുത്താൽ മതി, ഇൻറ്റു R1 നോക്കി 2R എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, 2R × 2R എന്ന് കൊടുക്കും, ഇൻറ്റു H1 എത്രയാണ്, 5H ആണ്. അപ്പം 5H എന്ന് കൊടുത്തു, ഈസ് അപ്പുറത്തും പൈ ഇൻറ്റു അവിടുത്തെ R2 എത്രയാണ് നോക്കുക, R2 എത്രയാണ്, 3R ആണ്. അപ്പം 3R × 3R ഇൻറ്റു അവിടുത്തെ ഹൈറ്റ് 4H ആണ്, 4H എന്ന് കൊടുത്തു. ഇനി നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ആളുകളെ കട്ട് ചെയ്യാം. പൈയും എന്തായി, കട്ടായി. Hഉം കട്ടായി. ഒരാറും ഇവിടെയുള്ള ഒരാറും കട്ടായി. രണ്ടാമത്തെ ആറുകളും 2 സൈഡിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്, കട്ടായി. ഇനി ഒരാളെയും കൂടെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ആരെയും നോക്കാം, നേരിട്ട് കാണുന്നില്ല അല്ലേ, ഒരേപോലെയുള്ള ആരെയും കാണുന്നില്ല. പക്ഷേ ഇവിടെ നോക്കിക്കേ, 2 ഉണ്ട്, 2 × 2 എന്ന് കാണുന്നുണ്ടല്ലേ. 2 × 2 എത്രയാണ്, 4 ആണ്. ഇപ്പുറത്തെ സൈഡിലും ആരുണ്ട്, 4 ഉണ്ട്. അപ്പോൾ ഈ 2 കളെയും ഇവിടുത്തെ ഒരു 4നെയും കട്ട് ചെയ്യാം. ബാക്കി ഇവിടെ ആരേ വരുള്ളൂ, 5 വരുള്ളൂ. അപ്പോൾ 5:9 എന്നാണ് ആൻസർ കിട്ടുക, 5:9. അപ്പോൾ ഞാനിത് വർക്കിംഗ് കോളത്തിലല്ലാതെ ഇവിടെ തന്നെ കട്ട് ചെയ്തുകൊണ്ട് മൊത്തം കട്ടായി കിടക്കുന്നുണ്ട്. നമ്മൾ നോട്ടിലോ അല്ലെങ്കിൽ ആൻസറിലോ എഴുതുമ്പം എപ്പോഴും വർക്കിംഗ് കോളത്ത് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ കിട്ടി, വോളിയമുകൾ തമ്മിലുള്ള റേഷ്യോ 5:9. ഇനി നേരെ ഇതിൻ്റെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി വരാം. സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേ, ദ വോളിയം ഓഫ് ദ സ്മോളർ സിലിണ്ടർ ഈസ് 720. അപ്പോൾ നമുക്ക് വോളിയത്തിൻ്റെ റേഷ്യോ കിട്ടിയിട്ടുണ്ട്. എന്താ കിട്ടിയത്, 5:9 എന്നല്ലേ റേഷ്യോ കിട്ടിയത്, 5:9. അപ്പോൾ അതിൽ സ്മോളർ എന്ന് പറഞ്ഞാൽ 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറാണ്.
ആ നമ്പർ തന്നിട്ടുണ്ട് 720 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ദെൻ വാട്ട് ഈസ് ദ വോളിയം ഓഫ് ലാർജർ വൺ? ഈ 9ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ചെയ്തു നോക്കാം. അപ്പം ഇവിടുത്തെ വോളിയത്തിൻ്റെ റേഷ്യോ 5:9 എന്നല്ലേ കിട്ടിയത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 5:9 എന്നുള്ളതിനെ നമുക്ക് ഫ്രാക്ഷണൽ ഫോമിൽ 5/9 എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാലും എന്ത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്? റേഷ്യോ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ ഈ ക്വസ്റ്റ്യൻ ബാക്കി ചെയ്യാൻ ഞാൻ അങ്ങനെയാണ് കേട്ടോ എഴുതാൻ പോകുന്നത്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. ഇവിടെ വോളിയം ഓഫ് സ്മോളർ സിലിണ്ടർ divided by volume of larger cylinder. ഈ രണ്ടാളെ റേഷ്യോയാണ് സൂചിപ്പിക്കുന്നത്. അതെത്രയാണ് നമുക്കറിയാം. 5/9 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വോളിയം ഓഫ് സ്മോളർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 720 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ തൊട്ട താഴേക്ക് വരുമ്പോൾ അതിനൊന്ന് മാറ്റി എഴുതുകയാണ്. വോളിയം ഓഫ് സ്മോളർ സിലിണ്ടർ നേരെ എഴുതി 720 ആണ്. ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ലാർജർ സിലിണ്ടർ എനിക്കറിയില്ല, അപ്പോൾ അതിനെ അങ്ങനെ തന്നെ എഴുതി. വോളിയം ഓഫ് ലാർജർ സിലിണ്ടർ ഇത് ഡിവൈഡഡ് ബൈ ആണ്. സീക്വൽ ടു എത്രയാണ്? 5/9 ആണ്. ഇനി ഞാൻ ഇവരെ ഒന്ന് ക്രോസ് ചെയ്യാൻ പോവാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കുക, ഈ 9 ക്രോസ് ചെയ്യുമ്പം നേരെ വന്നുങ്ങാണ്ട് ഈ 720ൻ്റെ അടുത്ത് വരും. എന്ന് വെച്ചാൽ 720 × 9 എന്നായിട്ട് മാറും. അതുപോലെ തന്നെ ഈ 5 ക്രോസ് ചെയ്യുമ്പം നേരെ ഇവിടേക്ക് വന്ന് താഴോട്ട് വരും. അപ്പോൾ ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. ഇനി താഴെയുള്ള വോളിയം ഓഫ് സിലിണ്ടറിനെ ക്രോസ് ചെയ്യുമ്പോൾ നേരെ നമുക്ക് എങ്ങനെ എടുക്കാം? മേലോട്ട് എടുക്കാം, അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പം സീക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ എന്ന് കിട്ടും. വോളിയം ഓഫ് ലാർജർ സിലിണ്ടർ. അപ്പോൾ ലാർജർ സിലിണ്ടറിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ, വോളിയം കിട്ടണമെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ ചെയ്താൽ മതി. 720/5 × 9 ഒന്ന് ചെയ്ത് നോക്കി എന്താ കിട്ടുക എന്നുള്ളത്. 7ൽ 5 ഒരു വട്ടം പോവും. ബാക്കി 2 ആണല്ലേ ഉള്ളത്. 2 ഉണ്ട്. 22ൽ 5 എത്ര പ്രാവശ്യം പോവും? 4 വട്ടം പോവും. വീണ്ടും 2 റിമൈൻഡർ ഉണ്ട്. 20ൽ 5 എത്ര പ്രാവശ്യം പോവും? 4 പ്രാവശ്യം പോവും. 144 × 9 എന്നാണ് അതിൻ്റെ വാല്യൂ കിട്ടുക. അതും ഒന്ന് ചെയ്ത് നോക്കാം. 144 × 9. 9 × 4 എന്ന് പറഞ്ഞാൽ 36 ആണ്. ബാക്കി റിമൈൻഡർ 3. 9 × 4 36 ആണ്. ആ റിമൈൻഡർ 3യും കൂടെ കൂട്ടുമ്പം വീണ്ടും ഒരു 39 കിട്ടും. വീണ്ടും റിമൈൻഡർ 3. 9 × 1 9 ആണ്. 9ഉം 3യും കൂടെ കൂട്ടി എത്ര കിട്ടും? 12 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ ഫൈനൽ ആൻസർ 1296 ആണ്. ആരുടെ വോളിയം? വോളിയം ഓഫ് ലാർജർ സിലിണ്ടർ. വലിയ സിലിണ്ടറിൻ്റെ വോളിയം എന്താണ്? 1296 ആണ്. അതിൻ്റെ യൂണിറ്റും കൂടെ എഴുതണേ. വോളിയം ഓഫ് ലാർജർ സിലിണ്ടർ ഞാൻ തൽക്കാലം വി ലാർജ് എന്ന് എഴുതുന്നുണ്ട്. 1296 സെൻറ്റിമീറ്റർ ക്യൂബ്. ക്യൂബിക് സെൻറ്റിമീറ്ററിലാണ് സ്മോളർ സിലിണ്ടറിൻ്റെ വോളിയം തന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും? ക്യൂബിക് സെൻറ്റിമീറ്ററിൽ തന്നെയായിരിക്കും. 1296 എന്നാണ് ആൻസർ വരിക. അപ്പം ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ റേഷ്യോ എഴുതി റേഷ്യോനെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണം. കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ആൻസർ കിട്ടും. അപ്പം ആ ഒരു പേജിലുള്ള 206ലും 207ലുമായിട്ടുള്ള 4 ചോദ്യങ്ങളുടെ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള ആൻസേഴ്സുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.